ജമ്മുകശ്മീർ അതിർത്തിയിലെ പൂഞ്ചിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ സൈനികന് വീരമൃത്യു. ലാൻസ് നായിക് ദിനേശ് കുമാറാണ് വീരമൃത്യു വരിച്ചത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആദ്യം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കനത്ത ആഘാതം ഇന്ത്യ പാകിസ്ഥാന് ഏൽപ്പിച്ചെങ്കിലും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. ഇപ്പോഴും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെ ഇന്ന് പുലർച്ചെ ഇന്ത്യൻ പോസ്റ്റുകൾക്കും പ്രത്യേകിച്ച് ജനവാസ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം വലിയ തോതിലുള്ള ഷെല്ലാക്രമണം നടത്തിയിരുന്നു. പ്രധാനമായും മെന്ദർ, പൂഞ്ച്, രജൌരി കൂടാതെ ഉറി അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ജനവാസ മേഖലകളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. അതിന് ഇന്ത്യൻ സൈന്യം തക്കതായ തിരിച്ചടി തന്നെ നൽകി. പാക് സൈന്യത്തെ നേരിട്ട് തന്നെ ആക്രമണം നടത്തിയതോടുകൂടിയാണ് താൽക്കാലികമായെങ്കിലും പാകിസ്ഥാൻ പിന്മാറിയത്. എന്നാൽ വീണ്ടും ഈ നടപടികൾ, ഷെല്ലാക്രമണം പാകിസ്ഥാൻ ആവർത്തിച്ചിരിക്കുകയാണ്. അതിൽ ഇന്ത്യക്ക് ഒരു വീരപുത്രനെ കൂടി നഷ്ടമായിരിക്കുന്നു. ലാൻസ് നായിക് ദിനേശ് കുമാറാണ് വീരമൃത്യു വരിച്ചത്. പൂഞ്ചിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിലാണ് അദ്ദേഹം വീരമൃത്യു വരിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമായും ഇന്ത്യയിൽ കൂടുതൽ ആൾനാശം ഉണ്ടാക്കാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അത് ഏൽപ്പിച്ച ആഘാതം അത് സ്വന്തം ജനങ്ങളുടെ മേൽ സർക്കാരിനും ഒപ്പം തന്നെ സൈന്യത്തിനുമുണ്ടായ പ്രതിച്ഛായ നഷ്ടം അത് മറികടക്കാൻ കൂടുതൽ ആൾനാശം ഇന്ത്യയിൽ വരുത്താൻ ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ജനവാസ മേഖല കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നത് എന്നാണ് വിലയിരുത്തുന്നത് സൈന്യം. ഇതനുസരിച്ചുള്ള കൃത്യമായ മറുപടി ആണ് സൈന്യം പാകിസ്ഥാന് നൽകിയത് ഇന്ന് പുലർച്ചെ. എന്നാൽ അതിൽ പാഠം പഠിക്കാതെ വീണ്ടും ഈ നടപടികൾ ആവർത്തിക്കുകയാണ്. പൂഞ്ചിൽ മാത്രം ഇന്ന് പുലർച്ചെയുണ്ടായ പാക് ഷെല്ലാക്രമണത്തിൽ 15 പ്രദേശവാസികൾ, സാധാരണക്കാരായ കർഷകരായ ജനങ്ങളാണ് കൊല്ലപ്പെട്ടത്. സ്വന്തം വീടുകളിൽ സമാധാനപരമായി ഉറങ്ങിക്കിടക്കവെയാണ് അവരുടെ വീടുകൾക്ക് മുകളിലേക്ക് പാകിസ്ഥാൻ മാരകശേഷിയുള്ള ഷെല്ലുകൾ കൊണ്ട് ആക്രമണം നടത്തുകയും അവർ മരിക്കാൻ ഇടയാകുകയും ചെയ്തത്. ഇതുകൂടാതെയാണ് ഒരു ജവാനെ കൂടി ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നത്. പൂഞ്ച് മേഖലയിൽ 46 പേർക്ക് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു. കൂടാതെ നിരവധി വീടുകൾ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. ഉപയോഗിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പൂർണ്ണമായും തകർന്നോ ചാമ്പലായോ പോയ നിരവധി വീടുകൾ ഈ അതിർത്തി മേഖലകളിൽ എല്ലാം തന്നെയുണ്ട്. കൂടാതെയാണ് മിണ്ടാപ്രാണികൾ, വളർത്തുമൃഗങ്ങളെ പോലും പാക് ഷെല്ലാക്രമണത്തിൽ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇതിന് തക്കതായ തിരിച്ചടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് സൈന്യം ഉള്ളത്. പ്രധാനമായും ഈ മേഖലകളിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഉചിതമായ മറുപടി അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകാനുള്ള നിർദ്ദേശമാണ് സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത്. അത് നടപ്പാക്കാൻ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ തന്നെ നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സൈന്യം ഉള്ളത്. അതിർത്തി മേഖലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ അതിർത്തി മേഖലകളിലെല്ലാം തന്നെ സേനാ വിന്യാസം കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഇത്തരത്തിൽ പ്രശ്നബാധിതമായ മേഖലകൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ ആക്രമണം നടത്താൻ സാധ്യതയുള്ള ജനവാസ മേഖലകൾ, അതിർത്തിയോട് ചേർന്നുള്ള ഈ മേഖലകളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി കൂടുതൽ ആഘാതം പാകിസ്ഥാന് ഏൽപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ സൈന്യം സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയായിരിക്കും കനത്ത തിരിച്ചടി സൈന്യം പാകിസ്ഥാന് നൽകുക, പാക് സൈന്യത്തിന് നൽകുക. അത് കൃത്യമായ സമയത്ത് തന്നെ ശക്തമായി തന്നെ നൽകാനുള്ള ഒരു തീരുമാനത്തിലാണ് സൈന്യം ഉള്ളത്.